സ്ത്രീധനം പിന്നെയും വില്ലനാകുന്നുവോ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥിനി ഡോക്ടർ ഷഹാന ജീവനൊടുക്കിയ സംഭവം ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത സുഹൃത്ത് ഡോക്ടർ റുവൈസിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷഹാനയുടെ ആത്മഹത്യയിൽ അറസ്റ്റിലായ സുഹൃത്ത് ഡോക്ടർ റുവൈസിന്റെ കുരുക്കായി ആത്മഹത്യാക്കുറിപ്പ്. അവരുടെ സ്ത്രീധനമോഹം മൂലം തന്റെ ജീവിതം അവസാനിക്കുന്നുവെന്ന് ഷഹാന കുറിപ്പിൽ എഴുതിയതായി പോലീസ് പറയുന്നു. എന്നാൽ റുവൈസിന്റെ പേര് കുറിപ്പിലില്ല. ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ നേരിട്ടുള്ള തെളിവുണ്ടെന്ന് പറയുന്ന പോലീസ് സാഹചര്യ തെളിവുകൾ പ്രതിക്കെതിരാണെന്നും പറയുന്നു. അവരുടെ സ്ത്രീധനമോഹം മൂലം എൻ്റെ ജീവിതം അവസാനിക്കുന്നു. ഇത്ര പണം ആവശ്യപ്പെടുന്നത് അവൻ്റെ സഹോദരിക്ക് വേണ്ടിയാണോ? ഞാൻ വഞ്ചിക്കപ്പെട്ടുവെന്ന് ഷഹാന കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. റുവൈസ് ഷഹാനയോട് ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്യുകയായിരുന്നു. അവർ വിവാഹാലോചനയുമായി വന്നപ്പോൾ വീട്ടിൽ പോയി സംസാരിച്ചു. റുവൈസിന്റെ പിതാവ് നല്ല സ്ത്രീധനം ചോദിച്ചു. സഹോദരിക്ക് അത്ര ഇഷ്ടമായിരുന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ വിവാഹത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ വിഷാദത്തിലേക്ക് പോയി. അതാണ് ഈ സ്റ്റേജിൽ എത്തിച്ചതെന്ന് ഷഹാനയുടെ സഹോദരൻ ജാസിം നാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഷഹാനയുടെ ആത്മഹത്യയിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള പ്രമുഖർ രംഗത്ത് വന്നിട്ടുണ്ട്. സ്ത്രീധനം തന്നാലേ വിവാഹം കഴിക്കുമെന്ന് പറയുന്നവരോട് താൻ പോടോ എന്ന് പറയാൻ പെൺകുട്ടികൾക്ക് ആകണമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. സമൂഹത്തിൻ്റെയാകെ നവീകരണം ആവശ്യമാണ്. സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട്. നിയമവും അതിനൊപ്പം ശക്തമാകണം. അത് സർക്കാർ ചെയ്യുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.